ഹലോ വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി ബ്ലോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ എന്നറിയോ രാവിലെ ഏർലി മോർണിംഗ് ഒരു വീഡിയോ എടുക്കുന്നത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്നറിയോ അറൗണ്ട് 6 o'clock. കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് സമയമുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ 12 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അന്നേരം ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് കറക്റ്റ് 8 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒന്നും സമയമില്ല. ഞാൻ അടാപ്പിടി എന്നതൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അത് എന്നറിയോ ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എൻ്റെ ആഷ്യൂഷ്വൽ റെഗുലർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പിന്നെ ലഞ്ചിൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെല്ലാം കാണിച്ചിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ഓക്കെ, വരൂ. ഇത്ര നാളും ഞാൻ നിങ്ങളോട് ഇരുന്നല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്, അതേ പൊസിഷൻ അതേ പ്ലേസ്. അപ്പം ഞാൻ കുറച്ചിങ്ങോട്ടൊന്ന് മാറി കേട്ടോ. എന്താണെന്നറിയാം, ഞാൻ രാവിലെ എണീറ്റ് പാടാം. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, രാവിലെ എണീറ്റ് പാടാൻ ഞാൻ ഒരു 2-3 ദിവസം എൻ്റെ മിസ്സായി എൻ്റെ വർക്കൗട്ട്. കാരണം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി ലാൽബാഗിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഒക്കെ വീഡിയോ മീൻസ് കാണാൻ പോയതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു 1 hour വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ കുളിച്ച് നല്ല ഫ്രഷായി. ഇനിയിപ്പം ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാമെന്ന്. എൻ്റെ സ്മൂത്തി. ഓക്കെ, അപ്പോൾ എൻ്റെ സ്മൂത്തി, ഓട്സ് സ്മൂത്തി നിങ്ങൾ ഞാൻ എത്രയോ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഓട്സ് സ്മൂത്തി. ഓക്കെ, എന്നാന്നറിയോ, ഞാൻ രാവിലെ ലെമൺ റൈസ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി എൻ്റെ ബാലൻസ് ലെമൺ റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ ഓട്സാണ് കഴിക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ എന്തെന്ന് വിചാരിച്ചെന്ന് കേട്ടോ, എനിക്ക് ഒരാഴ്ചയായിട്ട് എൻ്റെ റുട്ടീൻ എല്ലാം മിസ്സപ്പായി. ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നേ പറഞ്ഞില്ല, വർക്കൗട്ട് മിസ്സപ്പായി, എൻ്റെ ഫുഡ് അത് റുട്ടീൻ മിസ്സപ്പായി, എല്ലാം മിസ്സപ്പായി. അപ്പോൾ ഇന്നും ഏകദേശം എനിക്ക് ഇപ്പം 10:30 ആയി. ഇപ്പോഴും എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞില്ല ഏർലി മോർണിംഗ് എനിക്ക് വീഡിയോ എടുത്താലേ എനിക്ക് സമയമുള്ളൂ, ഇല്ലെങ്കിൽ രാത്രി വീഡിയോ എടുക്കണം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് എനിക്ക് വർക്കിംഗ് പ്ലേസ് സമയമല്ലേ, അപ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഇതെന്തുവാ ഇത്രയും വലിയ പാത്രത്തിൽ കഴിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇത്രയും കഴിച്ചാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. ഒരു ഗ്ലാസ് കഴിച്ചാൽ ഒന്നും ആകത്തില്ലെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സ്മൂത്ത് കഴിക്കുന്നവരൊക്കെ അറൗണ്ട് 11 o'clock 11:30 ഒക്കെ എന്തേലും നട്ട്സ് അല്ലെങ്കിൽ എന്തേലും കഴിക്കും, ഫ്രൂട്ട്സ് എന്തെങ്കിലും. പക്ഷേ എനിക്ക് എൻ്റെ ഇടയിൽ കഴിക്കാൻ ടൈം കിട്ടാറില്ല. അപ്പം ഞാനിത് കുറച്ച് നല്ലപോലെ വയറിന് കഴിച്ചു. കാരണം നമുക്ക് ഒരു ദിവസം നമ്മൾ 3 ലിറ്റർ വാട്ടർ കുടിക്കണം എന്ന് പറയും. ഞാൻ അറൗണ്ട് 2.5 ലിറ്റർ വരെ എനിക്ക് പറ്റും. കാരണം ഇതും കൂടെ കുറച്ചാൽ ഇത് ഏകദേശം ഒരു 150 ml ഉണ്ട്. ഇപ്പോൾ 150 ml ആകുമ്പോൾ ഏകദേശം 3 ലിറ്റർ ആയല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ വർക്കൗട്ടും അതൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ എത്രയോ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല വീഡിയോ എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ എൻ്റെ റുട്ടീനൊക്കെ സ്റ്റാർട്ടാണ്. ഇനി 1 വീക്ക് കഴിയണം ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. കാരണം അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ എവിടെ എല്ലാം മിസ്സപ്പായിരിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് രാവിലെ ഏർലി മോർണിംഗ് അറൗണ്ട് 5 o'clock പോകുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഫ്രീ ആയിരുന്നു. ചില സമയത്ത് അവരിപ്പം സാറ്റർഡേ സൺഡേ മാത്രം 10 o'clock അങ്ങനെയൊക്കെയാണ് പോവുക. അപ്പം അന്ന് എനിക്ക് കുറച്ച് ഒട്ടും സമയം കിട്ടാറില്ല. ഇങ്ങനെ ചെറിയ ഇടിപിടി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിരിക്കും എൻ്റെ റുട്ടീന്. പിന്നെ എന്തെന്നറിയോ, എൻ്റെ ഇവിടുത്തെ കൊളീഗിനും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ഞാൻ മലയാളത്തിലാണ് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ്. കാരണം അവരെൻ്റെ സബ്സ്ക്രൈബർ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മലയാളത്തിൽ എനിക്ക് മറക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിലേക്ക് ഞാൻ കന്നഡ മിക്സ് ചെയ്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ കന്നഡ മിക്സ് ചെയ്ത് സംസാരിക്കും എൻ്റെ മലയാളീസ് മീൻസ് എന്നെ അറിയുന്നവർ മലയാളീസ് എല്ലാവരും കൂടെ പറയും അയ്യോ കന്നഡ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയായിരുന്നു. ഞാനിപ്പോൾ രണ്ടിനെ നടുക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കമ്പൽസറി എന്ത് ചെയ്യുന്നറിയോ മലയാളം തന്നെ അങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു അതുകൊണ്ട് എനിക്ക് കുറേ സബ്സ്ക്രൈബ് കുറേ നഷ്ടമായിട്ടുണ്ട് കേട്ടോ. കന്നഡക്കാർ ഒത്തിരി പേര് കന്നഡ സംസാരിക്കുന്നവരുണ്ട്, ബംഗാളീസ് ഉണ്ട്. എല്ലാവരും ഉള്ളി ഷോർട്ട് വീഡിയോ മാത്രം കുറച്ച് കാണും. കാരണം അതിപ്പം എല്ലാവരും ആഷ്യൂഷ്വൽ കാണുന്നതാണല്ലോ. പക്ഷേ ഇതുപോലത്തെ ലോങ് വീഡിയോ കാണാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അവരെ കുറച്ച് സബ്സ്ക്രൈബൊക്കെ എനിക്ക് കന്നഡക്കാരൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ സാരമില്ലെന്ന് വിചാരിച്ചു. കാരണം മലയാളീസ് ഉണ്ടല്ലോ നമുക്ക്, നിങ്ങളിപ്പോൾ ഉള്ളവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യത്തില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനിപ്പോൾ കമ്പൽസറി മലയാളം പറയാൻ തന്നെ എന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ എന്നെ വീഡിയോയിലും ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ടല്ലേ, അതെനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ട്. അത് ഞാൻ കുറേശ്ശെ മാറ്റാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ഈ പേഷ്യനോടൊക്കെ ഒത്തിരി സംസാരിക്കുമല്ലോ. ഞങ്ങളുടെ പ്രൊഫഷൻ മെഡിക്കൽ പ്രൊഫഷനാണല്ലോ. അപ്പം അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പം നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ വന്നു പോകുന്നതാണ്. അതിങ്ങനെ ഗ്രാജുവലി പെട്ടെന്ന് നമുക്ക് ഇപ്പം അറിയാൻ പാടില്ല. സ്മോക്ക് ചെയ്യുന്നവർ ആൽക്കഹോളിക്കൊക്കെ അവരോട് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു 10 സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവരോട് നമ്മൾ പറയും നമ്മളത് 1, 2, 3 അങ്ങനെയായിട്ട് കുറച്ച് വരാൻ പറയില്ലേ. അതേപോലെ ആൽക്കഹോളിക്കുള്ളവർ നമ്മളിപ്പം ഡെയിലി കഴിക്കുന്നവരോട് നമ്മൾ വീക്കിലി 3 times അങ്ങനെ കഴിക്കാനൊക്കെ പറയില്ല. അതുപോലെ ഞാനും എൻ്റെ ഓക്കെ ഇങ്ങനെ പയ്യെ കുറച്ച് എന്നോട് ആരും എൻ്റെ ഒരു കൊളീഗും പറഞ്ഞു നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓക്കെ ഒത്തിരി പറയുന്നുണ്ട്. അപ്പം ഞാനത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഉണ്ട്, കെട്ടോയും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അത് മനസ്സിലായി ഞാൻ ഭയങ്കര ബോറിംഗ് ആണ്.
അപ്പം ഞാനത് പറയാൻ എങ്ങനെ മാറ്റാനായിട്ട് അപ്പോൾ ഉണ്ടല്ലോ എന്തെന്നറിയോ, ഞാനിങ്ങനെ ഒത്തിരി ഫാസ്റ്റ് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഫാസ്റ്റ് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഓക്കെ അമ്മ ഇത് പറഞ്ഞില്ല എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഞാൻ കഴിവതും അത് മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പുറത്തിറങ്ങിയേ എൻ്റെ കുക്കുനെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വാല തൂങ്ങി നടക്കത്തുള്ളൂ. എപ്പം ഞാൻ മിഡ് നൈറ്റ് എണീറ്റ് പോയാലും അവൾ എൻ്റെ പുറകെ ഉണ്ടാവും. രാവിലെ തന്നെ ഇവിടെ നല്ല കാറ്റാട്ടോ. പക്ഷെ ഉച്ചയാകുമ്പോൾ നല്ല ಚೂಡಾണ്, ರಾವಿಲೆ നല്ല ತಣುಪು. ಏನು ಮಾಡ್ತಾ ಇದೀಯ ಅಮ್ಮಡ ಗುಡ್ ಗರ್ಲ್? ಅಮ್ಮಡ ಗುಡ್ ಗರ್ಲ್ ಏನು ಮಾಡ್ತಾ ಇದೀಯ? ಬಾ 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 ಬಾ. ಎಲ್ಲಿ ಹೋಗ್ತಾ ಇದೀಯಾ? എവിടെ പോകുന്നു എൻ്റെ കുഞ്ഞ്? വായോ ಗುಡ್ ಗರ್ಲ್ ವಾಯೋ. ಏನು ಮಾಡ್ತಾ ಎನ್ನಡ್ಕ ಪುಣ್ಯ ಏನು ಮಾಡ್ತಾ ಇದೀಯಪ್ಪ? ಅಮ್ಮಡ ಕುಕ್ಕಾಚಿ ಏನು ಮಾಡ್ತಾ ಇದೀಯಾ? ಅಮ್ಮಡ ಕುಕ್ಕಾಚಿ ಏನು ಮಾಡ್ತಾ ಇದೀಯಾ? ಕುಕ್ಕು ಕಚ್ಚು ಅನ್ನೋ കച്ചു വേണോ? ആട്ട അടുത്ത ഇതിയാ അമ്മയുടെ ഗുഡ് ഗേള്. ഭയങ്കര വെയിൽ കേട്ടോ. ഇവിടെ 10 മണി എത്ര സമയം? 10 o'clock ആയി. 10 o'clock ആയപ്പോഴത്തേക്ക് നല്ല വെയിലാണേ. ഇപ്പം വെയില, ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ചൂടാണ് കേട്ടോ. അപ്പം എനിക്ക് ഇപ്പോൾ 10:30 ആയി. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സ്മൂത്ത് നോക്കി, ഇനിയും കുടിച്ചു കഴിഞ്ഞിട്ടില്ല. ചിത്രാൻ ലെമൺ റൈസ് അന്നൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ചോറ് എൻ്റെ ഹസ്ബൻഡ് അർജൻറ്റായിട്ട്, ഞാൻ വേറെ ചപ്പാത്തി ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡ് അർജൻറ്റായിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിത്രാനെ മതി പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ഫുള്ള് എന്നറിയോ, നിലക്കടലയില്ലേ, കടലക്കാള്, സോറി കന്നഡ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പറഞ്ഞ കടല എന്നാണ് പറയുന്നത്. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ വേറെ ഏതോ പേരാ പറയുന്നത് തോന്നുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കുറേ ഇതിനകത്ത് ഇടുവേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കടിച്ച് തിന്നാലോ. ഇതൊരു ചെറിയൊരു കുട്ടിപ്പാത്രം. ഇത്ര ഞാൻ ചോറ് കഴിച്ചിട്ട് ഏകദേശം ഒരു എന്നാ കഴിച്ചേ, ലാസ്റ്റ് സൺഡേ എന്തോന്നു ഒരു ബർത്ത്ഡേ ഒരു ചെറിയൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ബിരിയാണി കുറേ നല്ലപോലെ ഹെവി ആയിട്ട് കഴിച്ചു. എൻ്റെ ഫേവററ്റാണ് ബിരിയാണി കേട്ടോ. ഞാൻ പറഞ്ഞ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം രാവിലെ ബിരിയാണി കഴിച്ചു, ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, പിന്നെ അതിൻ്റെ ഇടയിലെങ്കിലും ബിരിയാണി കഴിച്ചു. എക്സാമ്പിൾ പറയുന്ന കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനി എന്നോട് ബിരിയാണി വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ബിരിയാണി വേണം തന്നെ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ഫേവറേറ്റാണ് എൻ്റെ ബിരിയാണി. അയ്യോ അത് പറയാൻ പറ്റത്തില്ല. മട്ടനാണെങ്കിൽ പിന്നെ പറയണ്ട. നമ്മളായിട്ട് മട്ടൻ എല്ലാവരും കഴിക്കുന്നത് കുറവാണല്ലേ. മട്ടൻ അധികം കഴിക്കാറില്ലെന്ന് തോന്നുന്നു. മട്ടൻ കഴിക്കാറുണ്ടെന്നല്ല, എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമാകത്തില്ല. പക്ഷേ മട്ടൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് മട്ടൻ കഴിക്കാൻ പഠിച്ചെന്നറിയോ? ഇപ്പോഴാണ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ. എൻ്റെ ഫാദറിലോ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ മുദ്ദയൊന്നും കഴിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ആദ്യമൊക്കെ മുദ്ദയൊക്കെ തരുമ്പം, ഇപ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ മലയാളീസ് കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ മുദ്ദ കഴിക്കുമ്പോൾ അയ്യേ ഇതെന്താ ഇത് എന്ന് ചോദിക്കും. പക്ഷെ അത് അത്രയ്ക്കും പ്രോട്ടീനും കാൽഷ്യം ഫൈബറൊക്കെയാണെന്ന് അവർക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്കും അതൊക്കെ കൊടുത്തില്ല, ലൈഫ് ലോങ് അവരെ ഹെൽത്ത് ആയിരിക്കാനോ അതൊക്കെയല്ലേ ഭയങ്കര കൊടുക്കുന്നതല്ലേ. അപ്പോൾ ആദ്യം എന്നറിയോ, ഞാൻ എൻ്റെ സ്റ്റോറി പറയാം. ഞാൻ ഇപ്പോഴെങ്ങനെ ഓർത്തത്. അപ്പം നിന്ന് പറയാം കേട്ടോ. ആദ്യമൊക്കെ എന്നറിയുമോ, ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പം ഇവരെല്ലാവരും എല്ലാ ട്രഡീഷണൽ ഫുഡും അവരുടെ മുദ്ദയാണ്. നമ്മൾ എന്ന് പറയുക എത്ര വലിയ റിച്ച് ഫാമിലീസിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിലും അതിൽ മുദ്ദ ഉണ്ടാവും. മുദ്ദ നോൺ വെജുകളും ഒക്കെ ഉണ്ടാവും. അവരുടെ ട്രഡീഷണൽ ഫുഡ്. അത് അവർ വിട്ടിട്ട് വേറെ ഒരു കളി അവർക്കില്ല. അപ്പം എന്നെ എങ്ങനെ പറയാം, അവരൊക്കെ ടേബിളൊന്നും ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. വില്ലേജ് അല്ലേ. അങ്ങനെ ആരും എത്രയാണെന്ന് പറഞ്ഞാലും നമ്മളിപ്പം വലിയ ഫിലിംസല്ലേ, പുനത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. നിങ്ങൾക്കറിയാലും പുനത്തിനെ കുറിച്ച് അറിയാലോ. പുനത്ത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളക്കാരൊക്കെ പുനത്തിനെ കുറിച്ച് കന്നഡ ഫിലിമിനെ കുറിച്ചൊക്കെ കൂടുതലും അറിയുന്നത് പുനത്തിലൂടെയല്ലേ. അപ്പം അവർ പോലും നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അറിയാലോ, നമ്മുടെ ഹെൽത്തിയാണ്. നമ്മുടെ മസിലൊക്കെ നമുക്ക് നല്ല ഇതായി ഫ്രീ ആയി നമുക്ക്, അല്ലെങ്കിൽ ഒരു 40-45 ഒക്കെ ഏഴ്സ് ആകുമ്പോൾ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ എപ്പോഴും അങ്ങനെ നിലത്ത് ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നാൽ കഴിക്കുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനേ, അങ്ങനെ അന്ന് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ ഇരുത്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ തരും. മുദ്ദ തന്നു കഴിയുമ്പോൾ അതിന് കൂടെ എന്തെങ്കിലും കറി ഉണ്ടാവും. അതിന് വേറെ ഒരു കറി ഉണ്ട്, വെജ്. നമ്മുടെ ഹോട്ട് നട്ട്സ് ഇല്ലേ, ഹോട്ട് നട്ട്സിൻ്റെ കറിയാണ് അവർ കൂടുതലും ഉണ്ടാക്കുന്നത്. ഈ ഒക്കേഷനിൽ മാത്രമേ നോൺ വെജ് ഉള്ളപ്പോൾ മാത്രം, അത് വീക്കിലി വൺസ് അങ്ങനെയൊക്കെ നോൺ വെജ് ഉള്ളൂ. ഇല്ലാത്തപ്പോൾ ഈ കറികളൊക്കെയാണ് റെഗുലർ, അവർക്കത് വേണം. അപ്പം മുദ്ദയുടെ കൂടെ എന്തെങ്കിലും കുറച്ച് കൂടുതലും ഈ ഗ്രേവി അതിന് സൂട്ടാവത്തില്ല. അപ്പോൾ എപ്പോഴും കുറേ ചാറാണ് അവരുണ്ടാക്കുക. അപ്പം ഇത് മുക്കി കഴിക്കണ്ടേ അതിന്. അപ്പം നമ്മളൊരു ബോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് കുറച്ചിങ്ങനെ നമ്മൾ ക്യൂസ് ചെയ്തെടുക്കുക ചെയ്യുക. ഇങ്ങനെ പിടിച്ചെടുക്കത്തില്ല. ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം സക്കാവും. നമ്മുടെ സ്റ്റിക്ക് ചെയ്യും. നമ്മൾ ആദ്യം ആ കറിയിൽ ഇങ്ങനെ കൈ ടിപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വിഴുങ്ങണം. ആദ്യമൊക്കെ ഞാൻ വിഴുങ്ങുമ്പോഴല്ലോ, ഞാനിങ്ങനെ കോഴി എന്താ പറയുക, ഇങ്ങനെ
കോഴി ഇങ്ങനെ വിഴുങ്ങത്തില്ല, അതുപോലെ എനിക്ക് തോന്നിയേ. കാരണം 2-3 ദിവസം എനിക്ക് എൻ്റെ ത്രോട്ടെല്ലാം ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിന്ന് കഴിയുമ്പോഴല്ല നമ്മുടെ ഇതെല്ലാം സ്മൂത്താകും. നമുക്കതെല്ലാം ഇങ്ങനെ ഇറങ്ങി പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ്. അങ്ങനെ തന്നെ മട്ടനും അതുപോലെ ഞാനാണ് മുദ്ദ തിന്നാൻ ഞാൻ പഠിച്ചത്. പിന്നെ എൻ്റെ ബ്രദേഴ്സിൻ്റെ കുട്ടികളൊക്കെ ഇവിടെ ബാംഗ്ലൂരായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ നാട്ടിൽ ചെന്ന് അവർ പറയും എനിക്ക് മുദ്ദ വേണം, പിന്നെ അതിൻ്റെ കറി ഉണ്ടാക്കി തരണം, അല്ല എൻ്റെ ചട്നി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് എന്നോട് പറയും. അങ്ങനെ ഞാൻ അവർക്ക് അതെല്ലാം ഉണ്ടാക്കി കൊടുക്കും. കാരണം അത് കഴിക്കുന്നവർക്ക് അറിയില്ല. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മലയാളീസും മുദ്ദ കഴിക്കും. കാരണം അതിൻ്റെ ബെനിഫിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് കഴിച്ചേ ഇരിക്കും. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട് ഒരു കൊളീക്കുണ്ട് കേട്ടോ. അവരുടെ മക്കൾക്കും എല്ലാം ഡെയിലി മുദ്ദ വേണമെന്ന് അവർ പറയുന്നത്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പം മട്ടൻ എങ്ങനെ കഴിക്കുകയെന്ന് ചോദിച്ചാൽ, മട്ടന് ഞാൻ ആദ്യം എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലൊന്നും മട്ടനില്ല. മട്ടൻ ഏകദേശം നമ്മൾ കൂടുതലും മുസ്ലിംസ് അല്ല കഴിക്കുന്നത്, അതും ഒക്കേഷലി. അപ്പോൾ എന്നാ അറിയാം, എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ എപ്പോഴും മട്ടനാണ്. ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻ വരുമ്പോൾ മട്ടൻ, ചിക്കൻ. ആ ചിക്കൻ്റെ കൂടെ കമ്പൽസറി മട്ടൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ട്, വില്ലേജ് ആകുമ്പോൾ ആടൊക്കെ ഉണ്ടല്ലോ. ഇല്ലെങ്കിലും മട്ടൻ അവർ വാങ്ങിക്കും. മട്ടനാണ് മെയിൻ. എന്നിട്ട് മട്ടൻ കറി വെച്ചിട്ട് മട്ടൻ എങ്ങനെ അറിയാം, ഞാൻ ആദ്യം കഴിക്കലായിരുന്നു. എന്നിട്ട് എൻ്റെ ഫാദറിലോ അവിടെ പാത്രം നിന്ന് എടുത്തെടുത്ത് തരുമായിരുന്നു. പക്ഷേ എന്നെ അതുപോലെ എനിക്ക് ട്രീറ്റ് ചെയ്ത് തന്നെ അവർ അത് കഴിപ്പിക്കാൻ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മുദ്ദ മീൻസ് റാഗി അതൊരു സ്റ്റോറി പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. അങ്ങനെ ഞാനാണ് ഈ മുദ്ദയൊക്കെ കഴിക്കാൻ പഠിച്ചതും ഒക്കെ. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. എന്ന് പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇനി 2-3 ദിവസത്തേക്ക് ഞാൻ ഇതുപോലത്തെ ചെറിയ വീഡിയോകളാക്കി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കമൻറ്റ് ഇടണമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. പിന്നൊരു കാര്യം, ഈറ്റ് റൈറ്റ് ഫുഡ്. ഓക്കെ, ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബൈ.